അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ 3 പേരും ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് കരുതി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. കാരണം രാത്രിയായിരുന്നു. ഏട്ടൻ വന്നു. ഒരു വേദൂട്ടൻ, ആദൂട്ടനും പൊന്നൂട്ടനൊക്കെ ഭയങ്കര കളിയായിരുന്നു. അവൻ ഞങ്ങളെ കണ്ടപ്പോഴേ ഭയങ്കര കളിയായിരുന്നു. ഓടിപ്പോയതാട്ടോ വേദു. നമ്മളെ കുടുംബത്തിലെ ചെറിയ സന്താനമാണത്. എല്ലാവരും ആൺകുട്ടികളാണ് നമ്മുടെ വീട്ടിലെ. എൻ്റെ അമ്മ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വേദു അപ്പാട് അമ്മേൻ്റെ മുഖത്തടിക്കും. അവൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും. അവനോടൊന്നും മിണ്ടിക്കൂടാ. ആദൂട്ടൻ്റെ ഒരു പല്ല് പോയ കാര്യമൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കലാണ്. അവൻ തന്നെയാണ് അവൻ്റെ പല്ല് പൊരിച്ചത്. ഇപ്പോൾ കുറച്ച് വലുതായല്ലോ. അപ്പോൾ വല്ലപ്പോഴും കാണുന്ന സ്നേഹപ്രകടനം. വേദുവിന് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അതിനും മൂത്ത ആൾ തട്ടുമ്പോഴൊക്കെയുള്ളൊരു കുശുമ്പ് വേദുവിന് അതൊന്നും അറിയില്ല. എന്നാലും അവന് ഭയങ്കര ദേഷ്യം. അതൊക്കെ ആരും തൊടുന്നതൊന്നും ഇഷ്ടമില്ല. പൊന്നൂട്ടൻ വന്നപ്പോഴേ ഇതന്നെയായിരുന്നു പണി. കിടക്കയിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല കുത്തി മറിയലായിരുന്നു. ഞങ്ങൾ വന്നതിൻ്റെ ഭയങ്കര എന്ന് പറയും. ഒരേ കളിയായിരുന്നു അവൻ. നമുക്ക് പേടിയായിരുന്നു. കാരണം കഴുത്തുങ്ങാനും പോയിട്ട് ചുമരിനെ അടിച്ചിട്ടുണ്ടെങ്കിലോ തലയെങ്ങാനും മുട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് കരുതി. ഇത് അശ്വിൻ, അവിടെ അടുത്ത് എൻ്റെ ബ്രദറുണ്ട്, ശ്രുതി ചായ കുടിക്കലാണ്. ആദൂട്ടൻ. ഇങ്ങനെ വന്ന ലക്ഷ്യം കുറച്ച് ചീര ഉണ്ടായിരുന്നു, കുറച്ച് മഞ്ഞളുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറികൾ വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. ഒരു സന്തോഷമല്ലേ. അച്ഛൻ തന്നെ നട്ടുണ്ടാക്കിയതാട്ടോ. അങ്ങനെ അതൊക്കെ ഭാഗം വെച്ച് തന്നു. കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അത് ഏട്ടത്തി അമ്മമ്മയും മോനും വിമാനം കാണാൻ വേണ്ടി പുറത്ത് പോയിരുന്നതാട്ടോ. ഈ പ്രായത്തിലുള്ള മോനും ആ പ്രായത്തിലുള്ള അമ്മമ്മയും. അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ചു വരാറായി. വേദൂട്ടൻ പോയി കുളിച്ചു വന്നു. കുളിക്കാൻ പോകുന്ന പോക്കാണത്. വേദൂട്ടൻ കുളിച്ചു. ഞങ്ങൾ കുറേ സംസാരിച്ചു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരുന്നു. അശ്വിൻ എവിടെയോ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പൊന്നൂട്ടൻ അപ്പോഴും ഞങ്ങൾ പോകാൻ നോക്കുമ്പോഴേക്കും അവൻ ഉണർന്നു വരിക. അങ്ങനെ ഇവരെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ പുറത്തൊക്കെ കയറി കളി കഴിഞ്ഞു. ഞങ്ങളങ്ങനെ അതിൻ്റെ നടുക്കൂടെ ചായ കുടിച്ചിരുന്നു. ലഡു, പഴുക്കാത്ത പഴം, ഇതൊക്കെയായിരുന്നു ഭക്ഷണം. ചായക്കടി. എൻ്റെ ബ്രദർ ഈ വണ്ടി കയറി കുറച്ച് സമയം കളിച്ചു. പിന്നെ അതോടനെ സങ്കടമായി. എനിക്ക് ആ വണ്ടിയില്ലാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഇവർ രണ്ടും കയറിയപ്പോൾ ഇവന് ഭ്രാന്തളകി. ഇവനെ പിടിച്ച് മുറ്റത്താക്കി. ആൾ ചെറുതാണെങ്കിലും കയ്യിലിരിപ്പ് ഭയങ്കര. അങ്ങനെ അവസാനം അവനെ അതിൻ്റെ അകത്താക്കി മറ്റുള്ളവരെ പുറത്താക്കി. അവൻ്റെ പുഞ്ചിരി കണ്ടോ, നിഷ്കളങ്കമായ. അവന് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വീട്ടിലെ തിരിച്ച് യാത്രയായി. അതോടനെ സങ്കടമായി. പക്ഷെ ആ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരിക്കുന്ന വമ്പൻ ദുഷ്ടൻ അടിയോടടിയായിരുന്നു അമ്മേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. ഞങ്ങൾ